ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ അതവിടെ ഇട്ടേക്ക് പെണ്ണേ, ഞാൻ അടിച്ചു തൂത്ത് വാരിക്കോളാം. ആ തട്ടിന്റെ അടിയെ അലമാരയൊക്കെ ആഴ്ചയിൽ 2-3 തവണ ഞാൻ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നതാ. ശാന്ത പോയത് പിന്നെ ജോലി തിരക്കായത് കാരണം ഒരു വട്ടം പോലും അടിച്ചു തൂക്കാൻ പറ്റാതായി. പലഹാരപ്പൊടി വീണ പിന്നെ ഉറുമ്പ് ആളെ നിർത്തൂ. അല്ലാതെ തന്നെ നിർത്തുന്നില്ല. നീ ഇങ്ങി തന്നെ ഇതാ. ശാന്തിജി ഈ അടുത്തങ്ങനെ വരുന്ന ലക്ഷണം ഉണ്ടോ അമ്മേ? അമ്മയ്ക്ക് എന്തോ വയ്യായിക വന്നിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാന്നാ പറഞ്ഞത്. വരുമ്പോ വരട്ടെ, അതുവരെ നമ്മളൊക്കെ ഉണ്ടല്ലോ. മോളെ, നീ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ സൂക്ഷിക്കണം. ടെൻഷൻ അടിക്കാനും ഓടാൻ ആളില്ലാത്തോണ്ട് പറഞ്ഞതാ. എനിക്കൊരു ടെൻഷനും ഇല്ല. എങ്ങനെയെങ്കിലും ഇതൊന്നും ഇല്ലാതായ മതിയെന്ന് ചിന്തിക്കുന്ന എന്നോട് സൂക്ഷിക്കണമെന്ന് പറയുന്നു. എടി, എന്തിനാ വീണ്ടും എല്ലാവർക്കും മുന്നിൽ നാണം കെടാനോ? രാജീവേട്ടനും വീട്ടുകാരും ഈ കൊച്ചിനെ കണ്ടുകൊണ്ട് എന്നെ തിരിച്ചു സ്വീകരിക്കുന്നുള്ള ചിന്തയിലാണോ എല്ലാവരും ഇരിക്കുന്നത്? അതൊരു സ്വപ്നം മാത്രമേ. ഈ കൊച്ചിനെ അവരൊരിക്കലും അംഗീകരിക്കുക കൂടിയില്ല. അല്ല, രണ്ടുപേരും വലിയ പണിയിലാണെന്ന് തോന്നല്ലോ. ഇനി ഇത് മാത്രമല്ലേ ആകെ ആശ്രയമായിട്ടുള്ളൂ. അപ്പൊ പിന്നെ നോക്കി നടത്താതിരിക്കാൻ പറ്റുമോ? എടി, ചേച്ചി എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മക്കൾക്കെല്ലാം എന്തും പറയാവുന്ന അവസ്ഥയാണല്ലോ. അച്ഛനും അമ്മയും അവരുടെ കാര്യങ്ങൾ ഇടപെടാനും പാടില്ല. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഇതെന്താ നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പറ്റിയേ? എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാ നിങ്ങളൊക്കെ സംസാരിക്കുന്നത്? പരസ്പരം ആർക്കും ആരോടും സ്നേഹമില്ലാത്ത പോലെ. നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒത്തൊരുമയും അനുസരണയും ഇല്ലാതാക്കിയത് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയാ. മക്കൾക്ക് തിരിച്ചറിവായെന്നും കാര്യഗൗരവമായി ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നും അതുകൊണ്ട് അവരിനി അവരുടെ ജീവിതം നോക്കട്ടെ എന്നും ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അതൊരു തെറ്റായ തീരുമാനമായിരുന്നെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? ശാരികയുടെ കാര്യം തന്നെയാ മോളെ. അവക്കിപ്പോ ആ കൊച്ചിനെ വേണ്ടെന്നാ പറയുന്നേ. വേണ്ടെന്നോ? അവളുടെ ഇനിയുള്ള ജീവിതത്തിൽ ആ കുഞ്ഞൊരു ബാധ്യതയാവുന്നാ പറയുന്നേ. ദൈവം അറിഞ്ഞോണ്ട് കൊടുത്ത സൗഭാഗ്യത്തെ അറിഞ്ഞോണ്ട് കൊല്ലാൻ കൊടുക്ക അവള്. സമ്മതിക്കരുതമ്മ, ഇത് സമ്മതിച്ചു കൊടുക്കരുത്. ശ്യാമയുടെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഭാഗ്യമില്ലാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട്. ഇതിപ്പോ ഞാൻ സംസാരിക്കാം ചേച്ചിയോട്.